നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പ്രക്രിയ കേരളത്തിൽ ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. വിശദമായ പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതാകട്ടെ ഇന്ന് രാവിലെയും. പക്ഷേ 2019 അപേക്ഷിച്ച് വലിയ കുറവ് പോളിംഗിൽ രേഖപ്പെടുത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏത് നിലയിൽ സ്വാധീനിക്കുമെന്ന ആശങ്കയിലും കണക്കുകൂട്ടലിലുമൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെയും. നമ്മൾ ആദ്യം പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളിലേക്കാണ്. കേരളം വിധി എഴുതുമ്പോൾ ഏത് നിലയിലാണ് ഓരോ മണ്ഡലങ്ങളിലെയും കണക്കുകൾ എന്ന് ആദ്യം പരിശോധിക്കുന്നു. ആകെ സംസ്ഥാനത്ത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 71.16 ആണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ കുറവ് ഇതിലുണ്ടാകുന്നു. 2019 77.84% പോളിംഗ്. ഇത്തവണ 71.16% മാത്രമായി ചുരുങ്ങുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വടകരയിലാണ്, ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും. ഇനി മണ്ഡലാടിസ്ഥാനത്തിലുള്ള പോളിംഗിന്റെ കണക്കുകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം മണ്ഡലമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് 66.46% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ 2019 73.74% ആയിരുന്നു. ശക്തിയേറിയ മത്സരം നടന്ന മറ്റൊരു മണ്ഡലം ആറ്റിങ്ങൽ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ശതമാനം 69.40% പോളിംഗ് രേഖപ്പെടുത്തുന്നു. 2019 74.48% ആയിരുന്നു ആറ്റിങ്ങലിലെ പോളിംഗ് കണക്കുകൾ. തിരുവനന്തപുരവും ആറ്റിങ്ങലും കടന്ന് ഇനി പരിശോധിക്കുന്ന മണ്ഡലം കൊല്ലമാണ്. കൊല്ലത്ത് 68.09% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വളരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. 2019 74.73% ആയിരുന്നു. മാവേലിക്കരയാണ് അടുത്തതായി നോക്കുന്ന മണ്ഡലം. മാവേലിക്കരയിൽ 65.91% ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തുന്ന പോളിംഗ് പെർസെന്റേജ്. 2019 അത് 74.33% വലിയ കുറവ് മാവേലിക്കരയിലും ഉണ്ടാകുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് അടുത്തതായി പരിശോധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. ഇത്തവണ 63.35% പോളിംഗ് ആണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. 2019 അത് 74.3% വളരെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്ത പത്തനംതിട്ട മണ്ഡലത്തിലെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആലപ്പുഴയാണ് അടുത്തതായി പരിശോധിക്കുന്ന മണ്ഡലം. ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം 74.90% ആണ്. 2019 അത് 80.35 ആയിരുന്നു. CPIMന്റെ ഏക സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴ. ഇത്തവണ AM ആരിഫ് തന്നെ ഇവിടെ മത്സരിക്കുമ്പോൾ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവിനെയാണ് UDF മണ്ഡലം പിടിക്കാനായി ഇറക്കുന്നത്. പക്ഷേ 74.90% മാത്രമാണ് ആലപ്പുഴയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. അടുത്തതായി നോക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലമാണ്. കോട്ടയത്ത് 65.60% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. 2019 75.47% കേരള കോൺഗ്രസുകളുടെ മത്സരം എന്ന തലത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം കൂടിയാണ് കോട്ടയം. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ 2019 അപേക്ഷിച്ച് വലിയ കുറവ് കോട്ടയത്തുണ്ടാകുന്നു. 65.60% പോളിംഗ് ആണ് കോട്ടയത്ത് ഇത്തവണ രേഖപ്പെടുത്തിയത്. അടുത്ത ലോക്സഭാ മണ്ഡലം ഇടുക്കിയാണ്. വളരെ വലിയ സജീവ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത മണ്ഡലം. അവിടെ 66.53% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 76.36% ഡീൻ കുര്യാക്കോസിനെ നേരിടുന്നത് ജോയിസ് ജോർജ് ആണ്. മൂന്നാമത്തെ തവണയാണ് തുടർച്ചയായി ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും ആ മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ 2 തവണ വിജയം ഓരോരുത്തർക്കൊപ്പം മാറി മാറി നിന്നു. ഇത്തവണ വീണ്ടും അവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്താകും ജനവിധി എന്നുള്ളത് കാത്തിരിക്കണം, അതറിയാനായി. പക്ഷേ 66.53% പോളിംഗ് മാത്രമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത്. അടുത്ത മണ്ഡലം എറണാകുളമാണ്. 68.27% പോളിംഗ് എറണാകുളത്ത് രേഖപ്പെടുത്തുന്നു. 2019 അത് 77.64% സാമ്പ്രദായിക രീതിയിൽ പറയുമ്പോൾ ഒരു UDF മണ്ഡലത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള എറണാകുളം മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് ഹൈബി ഈഡന് മുന്നിൽ KJ ഷൈൻ ടീച്ചർ കാഴ്ചവെച്ചത്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്.
68.27%. 2019 അത് 77.64%. അടുത്തത് ചാലക്കുടി ലോക്സഭാ മണ്ഡലമാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 71.84% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. 2019 മികച്ച പോളിംഗ് നടന്ന മണ്ഡലമാണ്. 2019 കണക്ക് പ്രകാരം 80.51% ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് പോളിംഗ് ശതമാനമാണ് ഇത്തവണ ചാലക്കുടിയിലും രേഖപ്പെടുത്തുന്നത്. അടുത്തത് തൃശൂരാണ്. 72.79% പോളിംഗ് ആണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയുണ്ടായത്. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ എല്ലാ അലൗലിയും ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ഏറ്റവും ഒടുവിൽ പക്ഷേ അവിടെ 72.79% പോളിംഗ് ആണ്. 2019 അത് 77.94 ആയിരുന്നുവെങ്കിൽ ഇത്തവണയത് 72.79% പോളിംഗ് മാത്രമാണ്. അടുത്തത് ആലത്തൂരാണ്. വളരെ വലിയ മത്സരം നടന്ന മണ്ഡലം. ആലത്തൂരിൽ 73.20% 2019 അത് 80.47% പോളിംഗ് ആയിരുന്നു. ആലത്തൂർ കഴിഞ്ഞ് പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് 73.37% പോളിംഗ് ആണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയതെങ്കിൽ 2019 അത് 77.77% ആയിരുന്നു. ശക്തിയേറിയ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് ഇത്തവണത്തേത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം. ഇനി പോകുന്നത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിലും വളരെ കുറവ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇത്തവണ അവിടെ രേഖപ്പെടുത്തുന്ന പോളിംഗ്. 69.21% കഴിഞ്ഞ തവണയത് 74.98% ഒരുപാട് വിഷയങ്ങൾ ഈ പൊന്നാനി മണ്ഡലത്തിലെയും ഒപ്പം തന്നെ മലപ്പുറം മണ്ഡലത്തിലെയും ജനവിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാകണമെന്നാണ് കരുതുന്നത്. മുസ്ലിം ലീഗിന്റെ കൊടിവിവാദം അടക്കം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകണം. ഏറ്റവും ഒടുവിലാണ് സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. സമസ്തയിലെ പോലും ഒരു വിഭാഗം നേതാക്കൾ LDF-ന് അനുകൂലമായി ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്തുവെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. 69.21% പോളിംഗ് പൊന്നാനിയിൽ രേഖപ്പെടുത്തുന്നു. 2019 അത് 74.98% അടുത്തത് മലപ്പുറമാണ്. മലപ്പുറത്ത് 72.09% ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. 2019 അത് 75.5% മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയൊരു കുറവ് 2019 അപേക്ഷിച്ച് മലപ്പുറത്ത് ഉണ്ടാകുന്നില്ല. പക്ഷെ എന്നാൽ പോലും 75 നിന്ന് 72 എത്തിയിട്ടുണ്ട്. അതും UDF ക്യാമ്പിന് തന്നെയാണ് ഈ പോളിംഗ് കുറഞ്ഞത് ആശങ്കയുണ്ടാക്കുന്നത്. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് 75.42% വാശിയേറിയ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ്. പക്ഷേ 75.42 ഒതുങ്ങുന്നു ഇത്തവണത്തെ പോളിംഗ് ശതമാനം. 2019 80 കടന്നിരുന്നു. 81.7% പോളിംഗ് ആണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 2019 രേഖപ്പെടുത്തിയത്. അടുത്തത് വയനാടാണ് നമ്മൾ പരിശോധിക്കുന്നത്. വയനാട് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലം. 73.48% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. 2019 അത് 80.37% ആയിരുന്നു. കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം. ഇത്തവണ രാഹുൽ ഗാന്ധിയെ നേരിടാനായി ആനി രാജ എന്ന ദേശീയ നേതാവിനെ CPI രംഗത്തിറക്കുമ്പോൾ K സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാട് മത്സരിക്കുന്നു. പക്ഷേ പോളിംഗ് ശതമാനം 73.48 മാത്രമാണ് ഉണ്ടാകുന്നത്. 2019 അത് 80.37% ആയിരുന്നു. അടുത്തത് വടകരയാണ്. ആവേശത്തോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലമാണ് വടകര. മണ്ഡലത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഏറ്റവും സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം, വിവിധ വിഷയങ്ങൾ ചർച്ചയായ മണ്ഡലം വടകര. അവിടെ 73.48% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. 2019 അത് 82.7% പോളിംഗ് ആയിരുന്നു. കണ്ണൂരാണ് അടുത്തത്. 76.92% പോളിംഗ് ആണ് കണ്ണൂരിൽ രേഖപ്പെടുത്തുന്നത്. വടകര കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. പക്ഷേ 2019 അത് 83.28 ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ
പ്രത്യേകത. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ട മണ്ഡലമാണ് കണ്ണൂർ. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിനെയും വലിയ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന മണ്ഡലം. പക്ഷേ ആ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. 76.92% മാത്രം. 2019 83.28 നിന്നും വലിയ കുറവ് കണ്ണൂരിലും രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ കാസർഗോഡേക്ക് പോകുമ്പോൾ കാസർഗോഡ് 75.94% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയത്, അതായത് 2019 അത് 80.66%. ഇത്തവണ 75.94% കാസർഗോഡ് പോളിംഗ് ശതമാനം കുറയുകയാണ്. അങ്ങനെ 20 മണ്ഡലങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2019 അപേക്ഷിച്ച് എല്ലാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാവിലെ 7 മണിക്ക് പോളിംഗ് പ്രക്രിയ ആരംഭിക്കുന്ന സമയത്ത് വലിയ ക്യൂ എല്ലാ ബൂത്തുകളിലും കണ്ടിരുന്നു. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക്, ചരിത്ര പോളിംഗ് ശതമാനത്തിലേക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോകും എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ കണക്കുകൂട്ടൽ. പക്ഷേ ഉച്ചയോടുകൂടി പോളിംഗ് മന്ദഗതിയിലാകുന്നത് കാണുന്നു. വൈകുന്നേരത്ത് പല ബൂത്തുകളിലും പിന്നീട് ഒരു വലിയ ഉണർവ് ബൂത്തുകളിൽ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പ്രതീക്ഷിച്ച മാർജിനിൽ നിന്നും വളരെ ചുരുങ്ങിയ കണക്കുകളിലേക്ക് 2024 കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് എത്തുകയാണ്. പക്ഷേ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുന്നണികൾക്കൊക്കെയും സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആവേശത്തോടു കൂടി വോട്ട് ചെയ്യുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ അത്രയും അത് പൊളിറ്റിക്കൽ വോട്ടുകളാണ്. രാഷ്ട്രീയ തീരുമാനത്തിൽ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതാണ് എന്ന് കരുതണം. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം UDF ക്യാമ്പുകളിൽ വലിയ ആശങ്ക ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു.